ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസോമനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ആമേൻ നന്നായി താൻ കുടുംബമായി പാടുവാൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വർഷിപ്പ് ലീഡ് ചെയ്യുവാനൊക്കെയും കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. ആമേൻ. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തനിക്കുണ്ട് എങ്കിലും തന്റെ ശുശ്രൂഷയിലോ ശബ്ദത്തിലോ ഒന്നും അത് വെളിപ്പെടുവാൻ ഇടയാകാതെ ദൈവം സൂക്ഷിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള എല്ലാ വന്ദനവും സ്നേഹവും രാവിലെ അറിയിക്കുന്നു. സ്തോത്രം. പ്രത്യേകാൽ ഈ മീറ്റിംഗ് നടത്തപ്പെടുവാൻ കർത്താവ് ദൈവത്താൽ ഉപയോഗിച്ച അനീഷ് പാസ്റ്റർക്കായിട്ട് തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ കർത്തൃദാസന്മാർക്കായിട്ട് സ്തോത്രം. ഫാസ്റ്റ് എം ഡി സാംകുട്ടിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ചില നാളുകളായിട്ട് പ്രിയ മാത്യു വർഗീസ് പാസ്റ്ററുടെ മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അദ്ദേഹത്തെ കൂട്ടായ്മയുടെ ഒരു സഹാരിയായിട്ട് ലഭിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ജെസി ആന്റി കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഈ സന്ധ്യയിൽ എങ്ങനെ ഇരിക്കുന്നു അറിയുന്നില്ല. എങ്കിലും കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ. ആരോ കർത്താവിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെയും കർത്താവ് കൊടുക്കുന്ന എല്ലാ വിടുതലുകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സോമിനിയുടെ ഹസ്ബൻഡ് വിൽസൺ ബ്രദറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെയും അനുഗ്രഹമായി നടന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ തനിക്ക് വളരെ പ്രയാസങ്ങൾ ചില ദിവസങ്ങൾ അനുഭവിച്ചു. രാത്രി ഉറങ്ങി ഉണരുവാൻ കഴിയാത്ത നിലയിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുടുംബത്തെയും പിന്നെയും ഓർക്കുക. അവളേറെയായിട്ട് കർത്താവിന് സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. കർത്താവിൻ വിശേഷാല് ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഇരുന്ന് അവരെ കർത്താവ് രക്ഷിച്ചു. പ്രിയ വിൽസനെയും ദൈവം ആ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നു. പ്രിയ സോമിനിയെ കല്യാണം കഴിച്ച ശേഷമാണ് അദ്ദേഹത്തിന് യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. തന്നെയല്ല പ്രിയ മകള് അവള് വന്നു കഴിഞ്ഞ് സംഭവിച്ച എന്നാന്ന് ചോദിച്ചാല് അവിടെ സ്വത്ത് തർക്കവുമായിട്ടൊക്കെ വലിയ വഴക്കൊക്കെ നടന്നു. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ച്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു അവൾക്ക് 43 44 വയസ്സ് ഇപ്പം സോമനിക്ക് ഉണ്ടാവും. ഹസ്ബൻഡിനും അതിനേക്കാളും 2-3 വയസ്സ് കൂടുതലുണ്ട്. അപ്പൊ അവളുടെ കൈ അടിച്ചോടിച്ചു. പിന്നെ കൈ അടിച്ചോടിച്ചിട്ട് വലിയ മുറിവൊക്കെ വരുത്തിയിട്ടും ഒന്നും എന്ന് വെച്ചാൽ ഇവള് വിവാഹം കഴിച്ച അവന് സ്വത്തും കൂടെ ഇവക്കായി പോവുമല്ലോ എന്നുള്ളതിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലേ അതിന് ഏറ്റവും കൂടുതൽ എതിര് നിന്ന ഹസ്ബൻഡിന് പെങ്ങളുണ്ടായിരുന്നു. എനിക്കൊരു സന്തോഷം എന്നാന്ന് ചോദിച്ചാല് അവൾ ആ പെങ്ങളെ എന്ത് ചെയ്യുന്നറിയാമോ, ഇത്രയും വലിയ അവൾ വലിയ ഈ മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ അതിൽ നിന്നും അവരെ രക്ഷപ്പെട്ട് ഇന്ന് അവര് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നാനപ്പെട്ട ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് പ്രിയ സോമിനിയെ ദൈവം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കാൾ അവളെ ശ്രേഷ്ഠയായിട്ട് കാണുകയാണ്. കാരണം ചെറിയ നാളുകൾ കൊണ്ട് ഇത്രയും വലിയ അവിടെ ഒരു കൈ വളഞ്ഞായിരിക്കുന്നത്, അടിച്ചൊടിച്ച് തകർത്ത് കളഞ്ഞു. പിന്നെ വലിയ ബുദ്ധിമുട്ട്. എന്നാൽ ആ ഒടിച്ച് പുള്ളി ഇന്ന് ലോകത്തിലില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെങ്കില് അവള് ആ സഹോദരിയെ ഏറ്റവും കൂടുതൽ അവളെ ഉപദ്രവിച്ച പ്രിയപ്പെട്ടവൾ ഇപ്പോൾ വിശ്വാസത്തിൽ വന്നേ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, ഈ പ്രാർത്ഥന ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, സാധാരണ നമ്മുടെ ശനിയാഴ്ച നടക്കുന്ന കൂട്ടായ്മയിലും എല്ലാം ആ സഹോദരിയും കയറാറുണ്ട്. അത് വലിയ വിശ്വാസത്തിന്റെ ഒരു അനുഭവം. രാവിലെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോൾ ഞാനത് പറഞ്ഞതാണ്. നമ്മൾ വിചാരിക്കും അത് ചെറിയ കാര്യമാണ്, ഒരിക്കലും അല്ല. അതുകൊണ്ട് അവരുടെ മക്കളെയും അവർക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൽ അവർ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ആ ദേശത്ത് ദൈവം അവളെ ഒരു പ്രഭുവിനെ പോലെ അനേക ഹിന്ദുക്കളുടെ നടുവിലാണ്. പക്ഷെ അവരോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവനെ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് കർത്താവിന്റെ വേലയുടെ ഒരു ആവശ്യകതയായതുകൊണ്ട് പ്രിയ വിൽസന ദൈവം പൂർണ്ണമായിട്ടൊരു സൗഖ്യം കൊടുക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങളെയും കുടുംബമായിട്ട് കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിപാലിച്ച് സൂക്ഷിച്ചു. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയെ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പ്രസംഗിക്കുന്നതും ചിന്തിക്കുന്നതും. അതൊക്കെ കേൾക്കാനാണ് തോന്നി. ഇപ്പൊ ദൈവജനത്തിന് ഇച്ചിരി പ്രത്യാശ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡും അതുപോലെയൊക്കെ ഉള്ളവർക്ക് UPF-ന്റെ ഒരു വൺ ഡേ മുറ്റത്ത് കൺവെൻഷനാണ്. പക്ഷെ മുറ്റത്ത് കൺവെൻഷന് കൂടിപ്പോയി 50-60 പേരെ വരത്തില്ല. ഇത് 10, 100, 200 പേരിൽ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നി. 3 വീടിന്റെ മുറ്റത്തായിട്ട് പന്തലിട്ട് നേരെയുള്ള അത്രയും ജനം ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, കാരണം വലിയ പ്രസിദ്ധരായ ആൾക്കാരൊന്നുമല്ല,
ഒരാൾ ഇവിടുത്തെ ഒരു റിട്ടയർഡ് പോസ്റ്റ്മാനാണ്. മറ്റൊരാള് ഇവിടെയുള്ള ഒരു ഷാരോണിലെ ഒരു ചർച്ചിലെ ഒരു പാസ്റ്ററാണ്. ഒരു പ്രസിദ്ധരൊന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, വലിയ കുമ്പനാട് കൺവെൻഷനെ വ്യാപരിച്ച ദൈവസാന്നിധ്യമാണ് വ്യാപരിച്ചേ. അല്ലെങ്കിൽ അവിടെ ലഭിക്കാൻ പറ്റാത്ത, അവിടെ പോയി എല്ലാവരും വർത്താനം പറഞ്ഞിട്ട് പോരും, ആ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ വല്ലതും പ്രസംഗം ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷെ ഇതെല്ലാവരും പിടിച്ചു നിർത്തുന്ന നിലയിൽ ദേവദാസന്മാർ ശക്തിയോടെ കർത്താവിനെ കുറിച്ച് പ്രസ്താവിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോൾ ഒരു കാര്യം, കൺവെൻഷനുകളൊക്കെ സീസൺ ആയതേ ഉള്ളൂ. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? വചനത്തെ കർത്താവ് തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വർഷത്തെ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. വെറുതെ ഒരു പണം മുടക്കി ഈ 40 ദിവസത്തെ ഉപവാസപ്രാർത്ഥന AGയുടെ ഇവിടെ അടൂര് നടക്കുമായിരുന്നു. വലിയ അത്ഭുതങ്ങളായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. കടന്നുപോയവരൊക്കെ ഇവിടെ വന്ന് എൻ്റെ മമ്മിയുടെ റിലേഷനിൽപ്പെട്ട പല കുഞ്ഞുങ്ങളും ഉണ്ട്. അവർ പാസ്റ്റേഴ്സാ. ഇവിടെ വന്നിട്ട് പറഞ്ഞ, അമ്മേ 3 ദിവസം എന്നോട് വീട് എല്ലാം ഉപേക്ഷിച്ച് 3 ദിവസം പോയി പന്തലിലങ്ങ് ഇരിക്കുവാന്ന് പറഞ്ഞു. വലിയ സഭയുടെ പാസ്റ്ററാ. അപ്പൊ പറഞ്ഞു, അതൊരു അവസ്ഥ, ഒരു അനുഭവമാണ്. കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ജോയ്സ്മാമേ, അത് അത്രമാത്രം അനുഗ്രഹമായിരുന്നു. 3 ദിവസം കർത്താവിനോട് ചേർന്നിരുന്ന ആ ഒരു അനുഭവം. ഇനി വീട്ടിലോട്ട് പോകാൻ തോന്നുന്നില്ല. പിന്നെ സഭയും ഭാര്യയും പിള്ളേരും ഉള്ളതുകൊണ്ട് പോയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാല്, നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുക? ശക്തിയോടെ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ശനിയാഴ്ച കർത്താവിന്റെ ദാസന പ്രിയ ഹൈന്ദവനായിട്ടുള്ള ആ മനുഷ്യൻ ഗംഗാധരൻ സാർ, നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ട്. കേട്ടല്ലോ നമ്മളെല്ലാവരും. പിന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു, ജോയ് സിസ്റ്ററെ സാക്ഷ്യം പറയാം. ഞാൻ പറഞ്ഞു, സാക്ഷ്യം പറയണം, അത് എൻ്റെ ആഗ്രഹമായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം, അത് കേൾക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പാസ്റ്റർ അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. സാക്ഷ്യം നമുക്ക് ഇവിടെ യൂട്യൂബിനകത്ത് ആസാദി ചാനലിൽ കിടപ്പുണ്ട്, നമുക്ക് കണ്ടോളാം. അതിന്റെ ശേഷം പറഞ്ഞു, പിന്നെ വചനം ഞാൻ പറഞ്ഞു, എപ്പം വേണമെങ്കിലും നമ്മുടെ നടുവിൽ വന്ന് പറയാനുള്ള സാവകാശം കർത്താവിന്റെ ദാസനുണ്ട് എന്ന് പറയാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് എത്രമാത്രം പ്രിയ പല ഞാൻ ആഭരണം ഉപയോഗിക്കുന്നവരെ കുറ്റം പറയുകയല്ല, അവരെ ഉപയോഗിക്കുന്നവരുണ്ട്, ഇവിടെ കേരളം വിട്ട എല്ലാവരും ഉണ്ട്. പക്ഷെ ആ പ്രിയ സഹോദരിയോട് ഞാൻ സംസാരിച്ചപ്പോൾ 2 കുഞ്ഞുങ്ങൾക്കും പറയാ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു, ഞങ്ങൾ ആ യഥാർത്ഥ പെന്തക്കോസ്തിന്റെ അനുഭവം ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ശടിച്ചെങ്കിലും അത് മാറ്റി. ഇപ്പൊ ആ പെൺകുഞ്ഞു ഡോക്ടറിന് പഠിക്കുക. ആ കുഞ്ഞ് അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ ജീവിതത്തിന്റെ ആ എല്ലാ തുറകളിലും കർത്താവിന് സ്നേഹത്തോട് ഒട്ടിച്ചേരാനുള്ള കുടുംബത്തിന്റെ ആ അനുഭവം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന. സ്തോത്രം. ഇന്ന് പകൽക്കാലവും സന്ധ്യയിലുമായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എൻ്റെ ഉള്ളിലും ചിന്ത വന്നത്, ഞാൻ റോമാലേഖനത്തിൽ നിന്ന് വായിച്ചപ്പോഴേ എൻ്റെ ഉള്ളിലേക്ക് വന്ന ദൈവികമായിട്ടുള്ളൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലും വർദ്ധിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് ഞാൻ ഒരു വാക്യം, 1-2 വാക്യങ്ങൾ ഏറെയുണ്ട്, വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള, നമ്മളെപ്പോഴും പ്രസംഗിക്കുകയും അതിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വചനങ്ങളൊക്കെ തന്നെയാണ്. 8-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അതിനു മുമ്പ് ഈ അതിന്റെ 18-ാമത്തെ വാക്യം മുതല് അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള ദൈവമക്കളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, പ്രത്യാശയാൽ അല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നു എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി എന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ ചിന്തിപ്പിച്ച പദം എന്ന് പറയുന്നത് ക്ഷമയോടെ എന്ത് ചെയ്യുക. അതൊരു എളുപ്പം ടേക്ക് ഇറ്റ് ഈസി ആയിട്ടോ കിട്ടുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് നമ്മുടെ പേഴ്സിലെ പണം അനുസരിച്ച് നമുക്കത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊന്നുമല്ല. ഇത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഞാനായിട്ട് മാത്രം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അതിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്ന. എന്തിനു വേണ്ടിയെന്നറിയാമോ? കാണുന്നതിനായിട്ടല്ല, കാണാത്ത പ്രത്യാശയ്ക്കായിട്ട്. സ്തോത്രം. അതിന് 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് എത്ര വായിച്ചാലും എത്ര പ്രസംഗിച്ചാലും എത്രമാത്രം നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ചാലും നമുക്ക് പിന്നെയും വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിനകത്ത് അലയടിക്കുന്ന വചനങ്ങളാണ്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പൊ ഞാൻ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നു, ജോസഫ് പാസ്റ്ററെ, ദൈവം സഹായിച്ചാൽ എനിക്ക് ബീഹാറിലേക്ക് പോകേണ്ട ഒരു സമയം ഇങ്ങനെ അവരെപ്പോഴും പറഞ്ഞു, ഇസ്മാമ വാ,
അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവുണ്ട്, തന്നെയും കുഞ്ഞ് 11ലാ പഠിക്കുന്നത്, അവളെ ഇട്ടിട്ട് അങ്ങനെ എപ്പോഴും വരാനൊക്കത്തില്ല. അല്ല അമ്മാമ്മേ, 2 ആഴ്ചത്തേക്കിന് വാ. അപ്പൊ നമുക്ക് ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോഴത്തേന് ടിക്കറ്റ് ഒക്കെ ഭയങ്കര പൈസയാ. അപ്പൊ ഞാൻ എന്റെ സാഹചര്യം പറഞ്ഞു, മോനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വരുമാനമൊന്നും ഇല്ല, ഞാൻ ആരോടെങ്കിലും ഒക്കെ പിള്ളേരോടൊക്കെ പിടിച്ച് മേടിച്ചിട്ടാ വരുന്നേ. പക്ഷെ എന്റെ ഉള്ളിൽ തിടുക്കവാ. എന്നാന്ന് വെച്ചാ ഈ ഇത്രയും ഉപദ്രവങ്ങളും ഇത്രയും സാഹചര്യങ്ങളും സാങ്കുട്ടി പാസ്റ്ററെ ഇട്ടും അവർക്കൊരു എന്നറിയാമോ, അവർക്കൊരു മടിയില്ല. ഈ ബീഹാറില് ഒട്ടും പഠിക്കാത്ത സഹോദരിമാരുണ്ട്, എന്നെക്കാളിലും പ്രായമുള്ള 50 വയസ്സിലൊക്കെ മേലെ ഉള്ള പിന്നെ സഹോദരി അമ്മമാരുണ്ട്, ആന്റിമാരുണ്ട്. ഇവർക്കൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇവർ വലിയ ഒരു ട്രാക്റ്റുമായിട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ തുടങ്ങിയാല് ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്യണം ആ ഗ്രാമം കവറപ്പ് ചെയ്ത് നമ്മൾ വരണമെങ്കിൽ. ഇവർ ഇവിടുന്ന് തുടങ്ങി അങ്ങ് പോകും. ഇവർക്ക് അവരുടേതായ രീതിയിലുള്ള ചിലയ്ക്കുന്ന ഭാഷ അറിയാമല്ലോ, കലകലകൾ ഗുരുകുലാന്ന് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവര് പറയുമ്പോ അവരങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇത് കൊടുത്ത് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ള സമയത്ത് തന്നെ ഒരു ആന്റീനെ അവര് നല്ലപോലെ തല്ലി. പക്ഷെ അവർ ആ ഗ്രാമത്തിലുണ്ടെന്നറിയാമോ, പെട്ടെന്ന് അവർ അതുവഴി ഇറങ്ങിയിട്ട് അങ്ങേ സൈഡിൽ കൂടെ കയറി വരും. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവർക്ക് ഇത്രയും വലിയൊരു എന്നറിയാമോ, ഈ വരാനുള്ള ഒരു പ്രത്യാശയെ കുറിച്ചുള്ള ഒരു കാത്തിരിപ്പ്. അല്ലെങ്കിൽ അവരെന്തിനാ ഉപദ്രവം സഹിക്കുന്നേ, അവരെന്തിനാ ഈ തല്ലുകൊള്ളുന്നേ, അവരെന്തിനാ അവരുടെ ചവിട്ടേക്കുന്നേ? ഇവർക്ക് നല്ലപോലെ ചീത്ത പറയാൻ അറിയാവുന്ന സ്ത്രീയാ. കാരണം വഴക്കുണ്ടാക്കുന്ന കാലത്ത് ഇവർ ഭയങ്കര വഴക്കാളിയായിട്ടൊരു ലേഡിയായിരുന്നു. പക്ഷെ യേശു അവരുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവരിൽ ഉണ്ടായ മാറ്റം ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്ന ആളാ ഞാന്. പക്ഷെ എന്നിലില്ലാത്ത ഒരു വലിയ പ്രകൃതം ആ പ്രിയപ്പെട്ടവളിലേക്ക് വരുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എന്നറിയാമോ, വെളിപ്പെടാനുള്ള ഈ തേജസ്സിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്ത ഒരു ആഗ്രഹമാണ് അവരെ അങ്ങനെയുള്ള തലത്തിലേക്ക് എത്തപ്പെടുവാനുള്ള ഒരു കാരണം. കർത്താവിന്റെ ദാസനായ പൗലോസ് പറയുന്നത്, തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഇതൊരു വലിയ പ്രസംഗ വിഷയമാണ്, അവിടോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പോയാൽ ഞാൻ എന്നെ എടുത്തത് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാം. അപ്പൊ കാണുന്ന പ്രത്യാശയ്ക്കായിട്ടല്ല, കാണാത്തതായ ഒരു പ്രത്യാശയ്ക്കായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്ന സ്തോത്രം. അപ്പൊ കൊരിന്ത്യർക്ക് എഴുതിയ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വാക്യമാണ് കൊരിന്ത്യ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഒന്ന് കൊരിന്ത്യരില് എന്താ എഴുതിയിരിക്കുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ മൂന്നിലും എന്താണ്? സ്നേഹമാണ് വലുത് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് മൂന്നും നിലനിൽക്കുന്ന ഒരു മൂല്യമുള്ള വസ്തുക്കളാണ്. സ്തോത്രം. സമ്പത്ത് മാറിപ്പോകും, പ്രതാപം മാറിപ്പോകും, അല്ലെ, ആരോഗ്യം മാറിപ്പോകും, ബന്ധങ്ങൾക്ക് കുറവ് സംഭവിക്കും, അല്ലെ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കും. അതാ കൊരിന്ത്യ ലേഖനത്തിൽ കുറെ കാര്യങ്ങൾ ആ കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മൂന്ന് നിലനിൽക്കുന്ന മൂല്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇത് വളർന്നാൽ വിട്ടുപോകാത്ത മൂന്ന് കാര്യമാണ്. സ്തോത്രം. വിശ്വാസം. ഇതിന് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ഒക്കെ ഉണ്ട്. ഒരു മോനുണ്ട്, ഞാൻ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ ചോദിക്കും, ഞാൻ ഓർക്കുന്നേ അവൻ മരിച്ചുപോയി എന്ന് ഓർത്തോണ്ടോ ജോസഫ് പാസ്റ്ററെ ഞാൻ അവിടെ ചെല്ലുന്നേ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവൻ പുറകിലിരിക്കും. അപ്പൊ ഞാൻ അതിശയത്തോട് ഓടി ആ കുഞ്ഞിന്റെ അടുത്ത് ചെല്ലും. അപ്പം അവൻ അന്നേരം എന്നോട് പറയും, ആന്റി ആരോഗ്യമായിട്ടിരിക്കുന്ന ചോദിക്കുമ്പോൾ പറയും ആരോഗ്യമായിട്ടിരിക്കുന്നു. 2000 തൊട്ട് ഞാൻ ആ കുഞ്ഞിനെ കാണുക, വയറ് വീർത്ത് 2 അസ്ഥി മാത്രമുള്ള കാലുകളും ഒക്കെ ആയിട്ടാണ് ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ എല്ലാ കൂട്ടായ്മയിലും വരും. അവന്റെ അമ്മ അവനെ അന്ന് എടുത്തോണ്ടായിരുന്നു വരുന്നത്, ഇന്ന് അവൻ നടന്നാ വരുന്നേ. എന്നറിയാം, അവൻ ഇപ്പോഴും ബലഹീനനാണെങ്കിലും, അവൻ അസ്വസ്ഥനാണെങ്കിലും, നല്ലൊരു ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും, നല്ലൊരു വീട് കിടക്കാനില്ലെങ്കിലും അവരുടെ ഉള്ളിൽ എന്താണെന്നറിയാമോ, ഈ വചനത്തിന്റെ വിത്ത് വീണതോടുകൂടെ അവരാളാകെ മാറിപ്പോയി. സ്തോത്രം. അവര് പിന്നെ കുടിലാണെന്നോ, അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെ അവര് ഇടുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ. ഇവിടാണ് നമുക്ക് ഈഗോയാ, അല്ലേ? അവിടാണ് നമ്മൾ പിന്നെ കീറിയതൊക്കെ പണ്ടുള്ളവർ കൊടുക്കുമായിരുന്നു, ഇപ്പൊ അത് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. അപ്പൊ അങ്ങനെ ആ എന്താ അറിയാം, അവർ ഉള്ളിൽ വളർന്നു വരുന്ന വിശ്വാസം, അവരുടെ ഉള്ളിൽ വളർന്നു വരുന്ന പ്രത്യാശ, അവരുടെ ഉള്ളിൽ വളർന്നു വരുന്ന സ്നേഹം. ഹല്ലേലൂയ. ഈ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേനും സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കിപ്പോ ഞാൻ ജോസഫ് പാസ്റ്ററെ സ്നേഹിച്ചാലേ ജോസഫ് പാസ്റ്റർ എന്നെ സ്നേഹിക്കത്തുള്ളൂ, അല്ലേ? ഞാനൊന്ന് വിളിക്കുകയും മിണ്ടാതൊക്കെ ഇരുന്ന് ആ സഹോദരി പറയും പണി നോക്കാൻ പറയും. പക്ഷെങ്കിൽ പല സ്നേഹമുണ്ടല്ലോ, പല ഈ വിളിക്കലി നമ്മൾ പറയുന്ന കുറെ സ്നേഹങ്ങളുണ്ട്.
അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യം അങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിലേ എന്തുള്ളൂ, ഇങ്ങോട്ട് സ്നേഹമുള്ളൂ. പക്ഷെ കർത്താവിന്റെ സ്നേഹം അങ്ങോട്ട് കൊടുത്തോണ്ടൊന്നുമല്ല, കർത്താവ് ഇങ്ങോട്ട് നമ്മളെ അങ്ങ് സ്നേഹിക്കുക. റോമാലേഖനത്തിൽ പറയുന്ന പോലെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കാനിടയായി നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം ഈ ഈ ഈ പ്രത്യാശ ഇവിടെ വായിക്കുന്ന അപ്പോസ്തലനായ ഒരു ദിവസം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പദം ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ എന്ത് ചെയ്യുക? അതിനു വേണ്ടി കാത്തിരിക്കുക. അപ്പം 3 കാര്യങ്ങളിലെ ആ മൂല്യങ്ങള് നമ്മുടെ ഉള്ളിൽ ഒന്ന് വർദ്ധിപ്പാനായിട്ട്, സ്തോത്രം, ഇത് നമുക്ക് കാണാപ്പാട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇതിന് വലിയ വാല്യൂ ഒന്നും കൊടുക്കത്തില്ല. അപ്പം 13:13 പറയുന്നത് 3 നിലനിൽക്കുന്ന ഒന്ന് വിശ്വാസം. ഒരു വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മിൽ എന്തോ ഉണ്ടാകത്തുള്ളൂ? പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ പ്രത്യാശയും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യത്തുള്ളൂ? വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ അകത്തെ പ്രത്യാശ പെരുകി വരാൻ ഇടയാകുന്നു. ഈ പ്രത്യാശ, വിശ്വാസം വർദ്ധിച്ചും പ്രത്യാശ പെരുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മളെ ദൈവസ്നേഹം എന്തെന്നറിയാം? ഒരു ദൈവസ്നേഹം എന്ന് പറയുന്ന ഒരു ഫോർമാലിറ്റി ഒന്നുമല്ല. സ്തോത്രം. അതിനൊരു യാഥാർത്ഥ്യമായ ഒരു അവസ്ഥയുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യുന്നു? ആ ദൈവസ്നേഹത്തിലേക്ക് നാം ഒട്ടിച്ചേരാൻ, അലിഞ്ഞു ചേരാനായിട്ട് നമ്മെ കർത്താവ് സഹായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ ഇതിനെല്ലാം നിദാനമായിരിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അപ്പൊ എന്താണ് ദൈവത്തിന്റെ വചനം? ദൈവത്തിന്റെ വചനം എന്ന് പറയാൻ ഒത്തിരി ഡെഫിനിഷൻ നമുക്കുണ്ട്. അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ ദൈവവചനത്തിന്റെ ഡെഫിനിഷനായിട്ട് എടുക്കാറുണ്ട്. ദൈവത്തിന്റെ വചനം എന്താണ്? അത് ജീവനാണ്, അത് ചൈതന്യമാണ്, പിന്നെ അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും അത് മൂർച്ചയേറിയതാണ്, പിന്നെ അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും അത് വേർപിടിവിക്കുന്നത് വരെയും അത് തുളച്ചു ചെല്ലുന്നതാണ്, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ ഭാവങ്ങളെ എല്ലാം വിവേചിക്കുന്നതാണ്. ഇതുമായിട്ടാണ്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമുക്കെല്ലാം വളരെ കാണാപ്പാടം അറിയാവുന്ന ഒരു വാക്യമാണ്, അല്ലേ? നമ്മളെല്ലാവരും, എനിക്ക് വളരെ കാണാപ്പാടം അറിയാം വാക്യങ്ങൾ. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും അത് കാണാപ്പാടം പറയാനുള്ള ആ ഒരു 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 കഴിവ് നമുക്കുണ്ട്. അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടതായിട്ടുള്ള അല്ലെ ചിന്തിച്ച് പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യം അവിടം വരെ നമുക്ക് ഇഷ്ടമാണ്, അല്ലേ? സ്തോത്രം. ഞാൻ എന്നെ വെച്ച് ഞാനത് പറയും. ദൈവം എനിക്ക് എന്റെ പിന്നെ ഉള്ള കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ബലഹീനനായി ഞാൻ കിടന്ന, വേറൊരാളുടെ സഹായമില്ലാതെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് പല്ലോ വല്ലോ ഒന്ന് തേപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മമ്മി തേപ്പിച്ച് തരണമായിരുന്നു. അപ്പൊ അത്രമാത്രം എത്ര സമയം കൊണ്ടായിരുന്നറിയോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. എത്രയോ സമയം കൊണ്ടാണ് എന്നെ ഒന്ന് ചാരി ഇരുത്തി എന്റെ പല്ലൊന്ന് തേച്ച് തന്ന് ഒന്ന് മുഖം കഴുകി എന്നെ ബാത്റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. മമ്മി അപ്പോഴത്തേനും മടുക്കും. സ്തോത്രം. അത് ടയർഡായിപ്പോ. പിന്നെ ഞാനൊരു പെൺകുട്ടിയാണ്. പീരീഡ്സ് വരുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ ശരീരം വളരെ ബലഹീനയായി പോയ ആ സ്ഥാനത്ത് ഒത്തിരി എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ആ ജീവൻ മാത്രം തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ ബെട്ടയിലിങ്ങനെ ബാ എന്ന് പറഞ്ഞ് കിടന്നിരുന്നെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അഡീഷണൽ ആയിട്ടൊരു പാക്കേജ് പോലെ കർത്താവ് എന്ത് ചെയ്തു? ജീവൻ തന്നു, ആരോഗ്യം തന്നു, ചൈതന്യം തന്നില്ലേ? യിരെമ്യാവിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവൻ രോഗശാന്തി മാത്രമല്ല, അവൻ എന്തോ തരും? ആരോഗ്യവും കൂടെ നൽകി തരും. ജോസഫ് പാസ്റ്റർ വിശ്വാസത്തോടെ ഈ വചനത്തിന്റെ ശക്തി ഏറ്റെടുത്താട്ടെ. ഇന്ന് ഈ രാവിലെ അമേരിക്കക്കാർക്ക് സന്ധ്യയാണേലും നമുക്ക് പ്രഭാതമാണ്. അപ്പൊ ഞാൻ ആ പ്രത്യാശ മൊത്തം ഒന്നും പറഞ്ഞില്ലേലും എനിക്ക് കുഴപ്പമില്ല. സ്തോത്രം. എന്നാലും പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ എന്നോട് പറയുക. സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും തരുന്ന പോലെ യിരെമ്യാവിലെ വാക്ക് ഞാനൊന്ന് കടമെടുക്കുകയാണ്. സ്തോത്രം. അവൻ നമുക്ക് എന്ത് തരും? രോഗശാന്തിയും സെക്കൻഡ് പാക്കേജായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കർത്താവ് നൽകി തന്ന രോഗശാന്തി മാത്രമല്ല, നമുക്ക് ആരോഗ്യം കൂടെ കർത്താവ് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ വചനം ഒന്ന് ഏറ്റെടുത്താട്ടെ. കർത്താവേ, അങ്ങ് എനിക്ക് രോഗശാന്തി മാത്രം തരാനല്ല, അല്ലെങ്കിൽ ഞാനൊന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കാൻ മാത്രമല്ല, ആരോഗ്യം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഓജസ്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ തേജസ്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവെ, നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുടുംബജീവിതം, നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുടുംബത്തിന്റെ സന്തോഷം, ഹല്ലേലൂയ, എല്ലാം മടക്കി പ്രാപിക്കുന്ന ഒരു പ്രഭാതമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരു നിമിഷം നമുക്ക് ആ പ്രിയപ്പെട്ടവന് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന നിയോഗപ്രകാരം നാം ശുശ്രൂഷകളെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ എവിടെയെങ്കിലും
ആരെങ്കിലും സ്റ്റേജിൽ കർത്താവിന്റെ വചനം സംസാരിപ്പോൾ എഴുന്നേറ്റ് നിന്ന് വചനം വായിച്ചു ജസ്റ്റ് കാര്യം പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ആ ദൈവസഭയുടെ വലിയ വിടുതലിന് കാരണമായത് ഞാൻ എൻ്റെ കണ്ണാലെ അനേക പ്രാവശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ ദാസന് വാത്സല്യ സഹോദരന് വേണ്ടി ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കർത്താവിന്റെ ദാസനെ ഒന്ന് കൊടുക്കാം. ഇന്ന് പകൽക്കാലം രോഗശാന്തി മാത്രമല്ല, അവൻ ആരോഗ്യവും സമർത്ഥമായിട്ട് നൽകുന്ന ദൈവമാ. അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും കള്ളൻ വരുമ്പോൾ ജീവൻ നൽകാൻ തന്നെയല്ല സമർത്ഥമായ ജീവൻ നൽകുവാനാ ദൈവത്തിന്റെ വചനം നമ്മോട് കൂടെ ഉള്ളത്. നമ്മുടെ കർത്താവ് വന്നത് നമുക്ക് എന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ ചത്ത ചണഞ്ഞിരിക്കാനല്ല. സ്തോത്രം. സമർത്ഥമായ ജീവൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രാണൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയം വരെയും ആ നിലവാരത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ അനിഷ്പാസ് എഴുതിയേക്കുന്ന പോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടങ്ങൾ ലഭ്യമായത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് അങ്ങനെ ഓരോരുത്തരോടി വചനം ഓർപ്പിച്ചു തരുന്ന ഒത്തിരി നല്ലതാ. കാരണം നഷ്ടപ്പെട്ടു പോയ വെട്ടുക്കിളി തിന്ന, തുള്ളം തിന്ന, പച്ചപ്പുഴു തിന്ന നമ്മുടെ നന്മയെ കട്ടുകൊണ്ട് പോയ ആ തലങ്ങളെ ഇന്ന് പകൽക്കാല പ്രഭാതത്തില് മടക്കി പ്രാപിപ്പാനായിട്ട് ഹല്ലേലൂയ രക്തത്താൽ ഞങ്ങൾ ജയം എടുക്കുകയാണ്. ഞങ്ങൾ ഒരു നിമിഷം കർത്താവെ, ഞങ്ങളുടെ പ്രിയ കർത്താവിന്റെ ദാസന്, ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ, ഞങ്ങളുടെ ശരീരത്തിന് കർത്താവെ, ഞങ്ങളുടെ രക്തത്തിൽ നിന്ന് രക്തവും ഞങ്ങളുടെ മാംസത്തിൽ നിന്ന് മാംസവുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താനൊരു രോഗിയായി കർത്താവെ താൻ മരിക്കുന്നത് വരെ ഇരിക്കാനല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ വെളിപ്പെട്ടതായിട്ടുള്ള ദൈവവചനത്തിന്റെ ശക്തിയേറിയ ആ ഒരു സാന്നിധ്യം അങ്ങയുടെ ദാസന്റെ ശരീരത്തിൽ ശിരസ് മുതൽ പാദം വരെ ഹാരാബാര ഹപ്താരാബ റിഗാമന ഹടഗാന ഹത്തുരി രഗത്തുനി രഗമന ഘടകസി അർഖനാദിയാരബാല ഹംദൽകടാജന റീബാന ശബാന റീഖാബാരബ ഹുഡിരിവി ഖമാനഗത്തുനി രിബിഗബര ഘടകസിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ കർത്താവേ, ഞങ്ങളുടെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ശരീരത്തിലെ സൗഖ്യത്തിന്റെ വ്യാപാരം ഹല്ലേലൂയ. തന്നെ എവിടെല്ലാം ബലഹീനപ്പെട്ടിരിക്കുന്നു, തനിക്ക് എവിടെല്ലാം ആരോഗ്യത്തിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ടോ, തനിക്ക് എവിടെല്ലാം നഷ്ടപ്പെട്ടു പോയ തന്റെ ജീവിതത്തിന്റെ സകല മേഖലകളും രാവിലെ ഞങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ശരീരത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ ആത്മാവിൽ ഒന്നിച്ചു കൽപ്പിക്കുകയാണ്. സ്തോത്രം. അദ്ദേഹത്തെ സ്നേഹത്തോടെ എല്ലാവരും ഒരുപോലെ കർത്താവേ ഹല്ലേലൂയ, ഒരു കാമ്യാസൂയില്ലാതെ ഒരു കുശുമ്പുമില്ലാതെ അങ്ങയുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സൗഖ്യം ഇന്ന് പകൽക്കാലം സ്വർഗം അത് ചെയ്യുകൊണ്ട് സ്തോത്രം. താൻ ഇനി ബലഹീനനായി കട്ടിലിൽ കിടക്കാനല്ല, ഹാലിൽ എല്ലാ ദിവസവും ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ജീവിക്കാനല്ല, ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ആ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അത് ശിരസ് മുതൽ തന്റെ എല്ലാ ഇന്റേണൽ ഓർഗൻസിനെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ദാസന്റെ മേൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അത് വെളിപ്പെടും. ഞങ്ങളത് അങ്ങനെ വിശ്വസിക്കുന്ന കർത്താവെ, ഒരു നിയോഗത്തോടെ അങ്ങയുടെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു, കർത്താവ് സൗഖ്യം അയച്ചു. അത് വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ പെരുകുവാനിടയായി തീരുമല്ലോ. അത് ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ അലിയിക്കുന്നതായിരിക്കുന്നത് കൊണ്ട് കർത്താവെ, അങ്ങയുടെ മകന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കി സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കൂ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനപ്രകാരം അങ്ങയുടെ നാമം ചൊല്ലി അങ്ങയുടെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിച്ചു. അത് അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും 1, 2, 3 പ്രത്യാശയുടെ ഏറ്റവും വിലപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ സമയം അപ്പോഴത്തേക്കിനും മിക്കവാറും തീരാറാവും. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. 3-4 കാര്യങ്ങളെ ഞാൻ എന്റെ പപ്പയുടെ അടുത്ത് ചെന്ന് ചില സമയത്ത് ഇരിക്കും. അപ്പൊ ഭയങ്കര പ്രത്യാശയുടെ വാക്കുകളൊക്കെ നമ്മളോട് പറയും. അദ്ദേഹം വളരെ അല്പക്ഷീണനാണ്, ഒത്തിരി അങ്ങ് പ്രായം കൂടിയിട്ടൊന്നുമല്ല,
അപ്പൊ ഒത്തിരി കഷ്ടപ്പെട്ട് കർത്താവിന് വേല ചെയ്ത ഒരാളാ. നടന്നും ദീർഘമായ ഒരു സൈക്കിൾ പോലും എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലായിരുന്നുകൊണ്ട് ഒത്തിരി കഠിനാധ്വാനം ഉണ്ടായിരുന്നുകൊണ്ട് ആ ശരീരത്തിനൊക്കെ വളരെ ക്ഷീണമുണ്ട്. അപ്പൊ എൻ്റെ പപ്പ എനിക്ക് 3, 4, 5, 6 പ്രത്യാശയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നിരുന്ന് അടുത്ത് ചെന്നിരുന്നതെല്ലാം പേപ്പറിൽ എഴുതിയെടുത്തു. ഒന്നാമത്തേത് നമ്മുടെ ജീവനുള്ള പ്രത്യാശയാ. സ്തോത്രം. അതിലെ പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3, 4 വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ എന്റെ ഈ പ്രഭാഷണം ഞാൻ ഇവിടെ നിർത്താം. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ സ്തോത്രം 4-ാം വാക്യം. നമ്മെ ജീവനുള്ള 3-ാം വാക്യം മുതൽ വായിക്കുന്നേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയാണ് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട്. എന്തിനാണെന്നറിയാമോ നമുക്ക് ജീവനുള്ള പ്രത്യാശ തന്നേ ജോസഫ് പാസ്റ്ററെ? സ്തോത്രം. എന്തിനാ? അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തി കാക്കപ്പെടുന്ന എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് വേണ്ടി. സ്തോത്രം. സ്വർഗത്തെ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയോ മാലിന്യോ വാട്ടോ ഒന്നുമില്ലാത്ത അനുഗ്രഹീതമായ ആ അവകാശത്തിനായിട്ട് കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. അപ്പൊ ഒരു ദൈവത്തിന്റെ പൈതൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന എന്തിനാണെന്നറിയാം? ഒന്നാമത് ഹല്ലേലൂയ, അവൻ വ്യാപരിക്കുന്ന ജീവനുള്ള പ്രത്യാശ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന അവൻ നമുക്ക് രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പദവിയിൽ ഒന്നാണ് അവന്റെ ജീവനുള്ള പ്രത്യാശ. കരം ഉയർത്തി നമുക്ക് സ്തോത്രം പറയാം. കർത്താവെ, ഈ കോടിക്കണക്കിന് ജനമുണ്ടായിട്ടും ഹല്ലേലൂയ സ്തോത്രം, ആമേ, ഒന്നിനും കൊള്ളരുതാതെ കിടന്ന എന്നെ ഈ ജീവനുള്ള ആണ്. കാരണം എന്താ അറിയാ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളുടെ അവസ്ഥ ഇതാണ്. അതിന് ക്ഷയമില്ല, അത് മാലിന്യമില്ല, അത് വാട്ടമില്ല. അങ്ങനെയുള്ള ഒരു അവകാശത്തിനായിട്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. എന്താണ്? ആമേ, നമ്മെ ജീവനുള്ള പ്രത്യാശ. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രത്യാശ എന്താ നമുക്ക് തരുന്നതെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന്റെ വചനത്തിനുള്ള സ്ഥിരതയാണ് നമുക്ക് നൽകി തരാം. റോമാലേഖനം 15-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. ആമേ, മനോഹരമായ ഒരു വാക്യം അവിടെ കിടപ്പുണ്ട്. സ്തോത്രം. 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില്, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകൾ. ഞാൻ എത്ര തവണ ഈ ഭാഗമെല്ലാം വായിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ചില സമയത്ത് നമ്മളുടെ ഉള്ളിലേക്ക് ആ വചനം ശ്രദ്ധിക്കപ്പെട്ടാലുണ്ടല്ലോ, നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറ്റപ്പെടും. നമുക്ക് ഈ മണ്ണാങ്കട്ടയോടൊന്നും വലിയ സ്നേഹമോ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ ഇതിനോടുള്ള വലിയ താല്പര്യമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ച വരത്തില്ല. ഇവിടെ നോക്ക്, നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ. അപ്പൊ നമുക്ക് പ്രത്യാശ എങ്ങനെയാ ഉണ്ടാകുന്നതെന്നാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന. എന്തോ ഈ തിരുവെഴുത്തെന്ന് പറയുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് ഉപദേശിച്ച് തന്ന തന്റെ ഉപദേശം, താൻ സ്ഥാപിച്ച ആ ദൈവത്തിന്റെ രാജ്യം, ഹല്ലേലൂയ, ആ ദൈവരാജ്യത്തിന്റെ മഹിമ, അതിന്റെ മഹത്വം, അത് മുഖാന്തരം ഉളവാകുന്ന സ്ഥിരത. സ്തോത്രം. അത് മുഖാന്തരം ഉളവാകുന്ന ആശ്വാസം, അത് ഈ സ്ഥിരതയാലും വിശ്വാസത്താലും നമുക്ക് എന്താ ഉണ്ടാവും അറിയാമോ? ഒരു ജീവനുള്ള വലിയ പ്രത്യാശ നമ്മുടെ അകത്തേക്ക് വ്യാപരിപ്പാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് എന്ത് നാം ചെയ്യണമെന്നുള്ളത് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി നമ്മിൽ ഏക ചിന്തയോടെ ഇരുപ്പാൻ. നമ്മൾ മനുഷ്യനാ അല്ലേ? നമ്മളിൽ ആകുലതകളുണ്ട്. ഇപ്പൊ പെൺകുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്കാണെങ്കിൽ അവരുടെ പഠനം, അത് കഴിഞ്ഞിട്ട് അവരുടെ വിവാഹം, ഇല്ലേ? നമുക്ക് ചിന്ത വരും. എനിക്കാണെങ്കിൽ മൂത്ത കൊച്ചിനെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തു, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. സ്തോത്രം. ഒരു പറമ്പിന്റെ അനീഷ് പാസ്റ്ററോട് വന്ന് കണ്ടതാണ്. ഞങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെയുള്ള മുഴുവൻ തടിയും ഞങ്ങൾ വെട്ടി. ഞങ്ങളുടെ വീട് കുറേ താഴെയായിട്ടാ. ഇനി റിജിക്കോശി കർത്താവിന്റെ ദാസനൊക്കെ ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഇപ്പൊ ഞങ്ങൾക്ക് വണ്ടി റോഡ് ഇവിടെ വരും. അപ്പം അന്നുകൊണ്ട് ഇവിടുന്ന് ആന വലിച്ചിട്ട് ഇത് മൊണ്ടെ കൊണ്ടുപോകണമെങ്കിൽ വെളിയിലായിരുന്നു ഒരു 7-8 ലക്ഷം രൂപ കിട്ടേണ്ട തടിക്ക് ഞങ്ങൾക്ക് 2.25 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഒരറ്റം മുതൽ ഒരറ്റം വരെ ഞങ്ങൾ വെട്ടിയിട്ടാണ് കെസിയാടെ കാര്യം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഈ ഒരു ചെറിയ കാശ് കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഈ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വിടും? അവളെ ഞാൻ 2 PG എടുപ്പിച്ച് ദൈവം മാന്യമായ വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം ദൈവം അവൾക്ക് കൊടുത്തു. എന്നാൽ ഞാൻ ഒത്തിരി വിഷമിച്ചു കേട്ടോ, ഒത്തിരി. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരുപാട് ഏകദേശം ഒരു 5 സെന്റ് സ്ഥലത്തേക്കുള്ളിൽ ഞങ്ങൾക്ക് മിറ്റമാണ്. അപ്പൊ ഇത് മുഴുവൻ തൂക്കണം.
അപ്പൊ ഞാൻ എല്ലാ ദിവസവും എന്റെ ഏറ്റവും വലിയ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇത് തൂത്തുവാരുക എന്നുള്ളത്. മടുത്തു തൂത്ത്. അപ്പം ഞാൻ പോകുമ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ കിണറിന്റെ സൈഡിൽ ചെന്നിട്ട് ഞാൻ ചൂൽ അവിടെ ഇട്ടിട്ട് ഞാൻ ആ കല്ലിലിരുന്ന് എന്റെ ഹൃദയം ഭാരപ്പെടാൻ തുടങ്ങി. എന്റെ ഹൃദയം വലയാൻ തുടങ്ങി, വല്ലാതെ വിഷമിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ഞാന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്നെ വിശ്വാസം പ്രസംഗിക്കുന്ന ആളാ ഞാന്. പ്രത്യാശയെക്കുറിച്ച് എല്ലാം പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ സാഹചര്യത്തിലുണ്ട് ഇളകി, മനസ്സ് കണ്ടമാനം ഇളകി. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ ഈ കുഞ്ഞിന്റെ പ്രായം ഇവളെക്കാൾ അല്പം കൂടെ എളുപ്പമായ ഒരു കുഞ്ഞിന്റെ കല്യാണം ചർച്ച നടക്കുന്നു. അവിടെ ഭയങ്കര ബഹളം നടക്കുന്നു. അവിടെ ആ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു, വീട് റിനോവേറ്റ് ചെയ്യുന്നു, ക്രമീകരിക്കുന്നു, പുതിയ സാധനം മേടിക്കുന്നു. ഞാൻ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ ഞാൻ അവിടെ പോകും. എല്ലാം കാണുമ്പം എനിക്ക് കുശുമ്പൊന്നുമല്ല, പക്ഷെ ഒരുതരം സങ്കടം. നാളെ എന്റെയും വീട്ടിൽ ഇങ്ങനെ ഉണ്ട്. ഞാനത് എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജോലിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്തു ചെയ്യും കർത്താവേ? എന്റെ ഇളയ കൊച്ചുങ്ങളോടൊക്കെ ഞാൻ ചോദിക്കും, എടാ എത്ര രൂപയാ നിങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത്? അവന്മാര് പറയും ഒന്നും തരത്തില്ല അത് പറയും. അപ്പൊ ഞങ്ങൾ അവളുമായിട്ട് വഴക്കുണ്ടാക്കും. അപ്പൊ ഞാൻ ആ ചൂല അവിടെ ഇട്ട് ലിറ്ററലി ഞാൻ എന്റെ അനുഭവം പറയുക. പെട്ടെന്ന് ഞാനൊരു ദൈവശബ്ദം കേട്ടു. സ്തോത്രം. എന്താ ദൈവശബ്ദം എന്ന് കേൾക്കുമ്പോൾ അശരീരിയൊന്നും അല്ല, എന്റെ ഉള്ളിൽ ഒരു പ്രത്യേക വചനം പെട്ടെന്ന് വന്ന് ഇടപെട്ടു. അറിയാമോ? ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ സകല പാപവും സകല ഭാരവും വിട്ട്. അപ്പൊ ഞാൻ നടുങ്ങി ആ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പ്. പാപം പോലെ തന്നെ കാഠിന്യമുള്ളതാണ് ഭാരം. സ്തോത്രം. പാപം പോലെ തന്നെ ഭാരവും കാഠിന്യമുള്ളൊരു വസ്തുവാ സ്തോത്രം. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു നിന്റെ ഭാരം ഉപേക്ഷിക്കാനായിട്ട്. ഞാൻ ആ ചൂല സൈഡിൽ ഇട്ടിട്ട് ഞാൻ ആ കല്ലിൽ ഞാൻ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. ഞാനൊരു ഭോഷ്ക്ക് പറയുവല്ല, ലിറ്ററലി ഞാൻ എന്റെ അനുഭവം പറയുക. ഞാൻ ഉയരത്തിലേക്ക് അവിടെ ഇരുന്നുകൊണ്ട് 2 കരവും ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഞാനൊരു കാര്യം കർത്താവിനോട് പറഞ്ഞു. കർത്താവേ, ഇപ്പൊ ഞാൻ ഭാരപ്പെട്ടു, ഇനി മേലാൽ. സ്തോത്രം. കർത്താവിന്റെ ദാസ ജിക്കോശിയോട് അവരുകളോട് പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയാനായിട്ട് പറയുന്നു. സ്തോത്രം. ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറയും. ഇനിയും ഒരിക്കലും ഈ കുഞ്ഞിന്റെ ഈ കാര്യം പ്രമാണിച്ച് ഒരിക്കൽ പോലും സ്തോത്രം ഞാൻ ഭാരപ്പെടത്തില്ല. ഞാൻ ഈ വിഷയം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ അന്ന് തൊട്ട് ഞാൻ ചെയ്തൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും നീ സമയം കിട്ടുമ്പോഴെല്ലാം കർത്താവേ, കുഞ്ഞിന്റെ കല്യാണം അനുഗ്രഹമായിട്ട് നടക്കുന്നതിനാണ് സ്തോത്രം. വേറൊരു എല്ലാരും ഉപവാസം എടുക്കുക, പ്രാർത്ഥന. ഞാനൊന്നും ചെയ്യാൻ പോയില്ല. ഞാനല്ലേ തന്നെ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്ന ആളാ. ഇനി ഞാൻ അതുകൂടെ നിർത്തി ഉപവാസം കൂടെ ആയ എന്റെ അനീഷ് പാസ്റ്റർ പിന്നെ ഞാനില്ല. കാരണം ഈ കാണുന്ന പ്രകൃതം മാത്രമേ ഉള്ളൂ. കാരണം ആ ശരീര ബലഹീനതയുടെ കോൺസിക്വൻസ് എന്റെ ശരീരത്തിന് വളരെയധികം ബലഹീനതയുണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാ യാത്രയും പോക്കും എല്ലാം ചെയ്യാനാകുന്നത്. എല്ലാരും അങ്ങനെ ഒത്തിരി ഓടുന്നത് പോലെ ഓടാനും ഒരുപാട് അധ്വാനിക്കാനും ഒന്നും കഴിവില്ലാത്ത ഒരാളാ ഞാൻ. അപ്പൊ ഞാൻ എന്നറിയാമോ, എന്നും കരമുയർത്തി ഇന്ന് മുതലേ കർത്താവിന്റെ ദാസന് കുഞ്ഞിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിമിഷം പോലും ഭാരപ്പെടരുത്, ഒരു നിമിഷം പോലും അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്. ആമേൻ. ഒരു ദിവസം പോലും എല്ലാം കർത്താവേ, ആമേൻ, വേഗത്തിൽ കാര്യങ്ങളുടെ ക്രമീകരണം നടക്കുന്നതോർത്ത് ആമേൻ സ്തോത്രം. പറ്റുന്ന അത്രയും സ്തോത്രം പറയാം. 1000 സ്തോത്രം പറയാൻ അരമണിക്കൂർ വേണം വൃത്തിയായിട്ട് പറഞ്ഞാല്. എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയല്ല, ഒരു സ്തോത്രം പറഞ്ഞ് ആ സ്തോത്രം കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതും കേട്ട് വീണ്ടും അരമണിക്കൂർ കൊണ്ട് നമുക്ക് 1000 സ്തോത്രം പറയാം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 500 സ്തോത്രം എന്ത് ചെയ്യാം, പറയാൻ കഴിയും. ഇരുന്ന് ദൈവസന്നിധി സ്തോത്രം പറഞ്ഞു തുടങ്ങിയ ഹല്ലേലൂയ, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ആമേൻ, നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും വിചാരിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ പ്രാപ്തിക്കപ്പുറത്ത് നിന്നും ആ തലമുറയ്ക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല 2 പേർക്ക് വേണ്ടിയും ദൈവത്തിന്റെ ഒരു ഉന്നത ശ്രേഷ്ഠകരമായ കരുതൽ സ്തോത്രത്തിന്റെ പിറകിലൂടെ വ്യാപരിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകത്തക്കവണ്ണം അതിന്റെ വേണ്ടി ഒരു ദൈവത്തിന്റെ നീതിയുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സമയം വൈകി പോയെന്ന് എനിക്കറിയാം.
ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം അതിന്റെ ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിച്ചാ പറഞ്ഞോളാം. ആമേൻ. ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ ദൈവമക്കളെ. ഒരു നിമിഷം കർത്താവിന്റെ ദാസന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വചനത്തിന്റെ മുൻപാകെ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യാശയാൽ ഉളവാകുന്ന സ്ഥിരത, അത് മുഖാന്തരം ഉളവാകുന്ന ആശ്വാസം, അത് മുഖാന്തരം തമ്മിൽ ഉളവാകുന്ന ഏക ചിന്ത. സ്തോത്രം. എത്ര പ്രൊവിഷൻസ് എന്നറിയാമോ ദൈവത്തിന് വചനം നമുക്ക് തരാൻ പോകുന്നത്. നമ്മുടെ അകത്തെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ പെരുകി പെരുകി വരാനിടയാകും. പ്രത്യാശ പെരുകുന്നതിനനുസരിച്ച് നമ്മിലുള്ള ദൈവ സ്നേഹത്തിൽ നാം അലിഞ്ഞു ചേരുവാനിടെ ഈ ഭൂമിയിലെ ഒരു സാഹചര്യത്തിനും നമ്മളെ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആരും മാറ്റും. നമ്മൾ പറയും നമുക്ക് പറയാൻ ഒക്കത്തില്ലെന്ന്. നമുക്ക് അടിയും ചതയൊന്നും ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഉള്ള പല പ്രതിസന്ധികളെ നമ്മൾ നോക്കി നമുക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, പൗലോസിന് മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് മാറ്റാൻ കഴിയും? ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചിന്തകൾ, പ്രയാസങ്ങൾ എന്താ നമ്മുടെ ഉള്ളിൽ വചനം വരുമ്പോൾ പറയും ഏക ചിന്ത, ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഈ വചനത്തിന്റെ ഈ പ്രത്യാശ നമുക്ക് നൽകിത്തരുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലെ ചിന്തയെ ബലപ്പെടുത്തുക. നമ്മുടെ ചിന്തയെ വൈബ്രേറ്റ് ചെയ്യി പോകാതെ, ഇടറിപ്പോകാതെ, സ്ലിപ്പായി പോകാതെ അതിനെ ചേർത്ത് നിർത്തുക. സ്തോത്രം. കുടുംബമായിട്ട് സ്തോത്രം പറഞ്ഞു തുടങ്ങും. ഇതൊരു ഒരു എന്താ പറയുന്നത്, നിങ്ങൾ ഒരു എന്തോ അതിന് പറയുന്നേ, സ്തോത്രം, ഒരു ഉദാഹരണം പോലെ അങ്ങെടുത്തോ. സ്തോത്രം. ഞാൻ അങ്ങ് ആത്മാവിൽ അത് പറയുക. ഇതെങ്ങനെയാണെന്ന് ചിന്ത ദൈവം തന്നൊരാലോചനയായിട്ട് ഇന്ന് രാവിലെ കർത്താവെ ഈ സന്ധ്യയിലുമായിട്ട് അവിടുത്തെ ദാസന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ഹല്ലേലൂയ. അതുപോലെ തന്നെ അന്നമ്മ ആന്റിയും പ്രിയ ഗ്രേസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഭാരത്തോടൊക്കെ ആയിരിക്കുന്നു. പല വിവാഹങ്ങൾ കുഞ്ഞിന് വേണ്ടി ആലോചിച്ചു, പലതും വന്ന് മുട്ടി, ഉറപ്പിന്റെ ഡേറ്റുകൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടും അത് വേണ്ടതുപോലെ ക്രമീകരണം ഇല്ലാതെ ആയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് സന്ധ്യയിലുമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ എല്ലാ ദിവസവും ഈ വിഷയം പ്രാർത്ഥിക്കാറുണ്ട്. അത് ഞങ്ങളൊരു കടമ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. എന്നാൽ ഇന്ന് പകൽ ഞങ്ങളിൽ വെളിപ്പെട്ട ഈ ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങളിൽ ഉളവാകുന്ന സ്ഥിരതയാലും ഞങ്ങളിൽ ഉളവാകുന്ന ആശ്വാസത്താലും ഞങ്ങളുടെ ചിന്തയെ വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥ കർത്താവ് മാറ്റി ആ ഉറപ്പും പ്രത്യാശയും ധൈര്യവും സ്ഥിരതയും ആശ്വാസവും ഞങ്ങൾക്ക് നൽകി തന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ക്രമീകരണങ്ങൾ കർത്താവെ ഈ നവംബർ മാസത്തിൽ തന്നെ അതിനെ കർത്താവെ ഒരു പര്യവസാനം, അതിനൊരു ധാരണ എത്തിച്ചേരത്തക്ക നിലയിൽ അവിടുത്തെ നീതിയെ ദൈവം ചെയ്യും. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന്, ഞങ്ങൾക്ക് കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല, ഞങ്ങൾ അവിടുത്തെ കൃപയിൽ ശരണപ്പെടുന്നു. വരാൻ പോകുന്ന പ്രത്യാശയെ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമേ, സമാധാനത്തിന്റെ ദൈവമേ, സ്വസ്ഥതയുടെ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രാജ്യത്തിന്റെ മഹത്വം ഞങ്ങൾ കൂടി വെളിപ്പെടുത്തണം ഈ തലമുറയോടുള്ള. അതുപോലെ മറ്റാരെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഉള്ളത് ഒരു നിമിഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ആ വിഷയം കൂടെ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അങ്ങയുടെ സന്നദ്ധി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു. പിതാവേ, മഹത്വമെല്ലാം അങ്ങ് എടുക്കും. പ്രാർത്ഥനകൾ കേട്ടത് കൊണ്ട് സ്തോത്രം. ഉയരത്തിൽ നിന്ന് മറുപടിയും ഉദ്ധാരണവും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, യേശുമൂല അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. 3-4 മിനിറ്റ് കൂടുതലെടുത്ത് പോയി പാസ്റ്റർ, ക്ഷമിക്കണേ. പ്രിയമുള്ളവർ, അത് ആത്മാവ് നടത്തുന്നത് പോലെയാണല്ലോ നമ്മൾ പോകുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ എല്ലാം തീരുമാനിച്ച് ഇന്ന വിഷയങ്ങളാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, അല്ല ഇന്ന ബൈബിൾ ക്ലാസ് എടുക്കുന്നത്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്യട്ടെ. എന്നാൽ ഇന്ന് നമ്മൾ കേട്ടത് വളരെ ശക്തമായ വചനമാണ്. എന്നാൽ അതിലുപരി പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രചോദനത്താൽ ജോസോമൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു, റജി കോശി ബ്രദറിൻ്റെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു. അതിനെല്ലാം കർത്താവ് ഒരു നീക്കുപോക്ക് ഉടനെ നൽകും എന്ന് നമുക്ക് പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കാം. ഇന്ന് നമ്മൾ കേട്ടതാണല്ലോ, പ്രത്യാശയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ പുറകോട്ട് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ എടുക്കുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ ആകമാനം നയിക്കുന്നതാണ്, ജീവിതത്തിൻ്റെ ഡിറക്ഷൻ മാറ്റിവിടുന്നതാണ്. അപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ പശ്ചാത്താപം ഉണ്ടായിരിക്കും. നമുക്ക് വലിയ നഷ്ടങ്ങൾ വന്നു കാണും, അല്ലെ നമ്മുടെ ജീവിതം പോകേണ്ടതായ ദിശയിൽ കുറച്ചുകൂടെ വളരെ ശക്തമായ, വളരെ പ്രയോജനകരമായ രീതിയിൽ പോകേണ്ട ദിശയിൽ അല്ലായിരിക്കാം പോയത്. പക്ഷേ
നമുക്ക് കർത്താവിൻ്റെ ആ വാഗ്ദാനം എന്താണ്? ഇസ്രായേൽ മക്കളോട് പറഞ്ഞാണ്, നിങ്ങളുടെ നഷ്ടപ്പെട്ട വെട്ടുക്കിൾ തിന്നുപോയ വർഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നതായ ആ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നമുക്ക് അതിജീവിക്കാനായിട്ടുള്ളൊരു ശക്തി അതിനകത്തുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഭാരവും പാപവും, ആ പാപം പോലെ തന്നെ നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ആ ഭാരം അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് വളരെ ശക്തമായിട്ട് കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഭാരങ്ങളൊക്കെ വിട്ട പ്രത്യാശയോടുകൂടെ, ആ സ്തോത്രത്തോടുകൂടി പൗലോസപ്പോസ്തലൻ അതാണല്ലോ പറഞ്ഞത്, എല്ലാത്തിനും വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുക. അതുപോലെ തന്നെ സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക. എത്ര വേണ്ടി ഇന്ന് നമ്മൾ കേട്ടത് വളരെ ഈ ചില തിയറിറ്റിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ചില ക്രിസ്റ്റോളജിയും അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളല്ല. കർത്താവിൻ്റെ ദാസി അങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ താൻ അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ആ പ്രത്യാശയോടുകൂടെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ഒരു മുള്ള അല്ലെങ്കിൽ ഒരു പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടാണ് നമ്മൾ എന്നും ഈ തിരുവചനം വായിക്കുന്നതും. ആ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് എല്ലാ ദിവസവും വേണ്ട വാഗ്ദാനങ്ങളുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ നമ്മുടേതായിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് നമ്മുടേതായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അന്ന് കുറേ നാൾ മുമ്പ് ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഈ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു ഫോർമുല പോലെ ഇരിക്കുക. പക്ഷേ ആ ഫോർമുല നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അന്ന് ഒരു ദിവസം കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ കർത്താവിൻ്റെ വചനത്തിലുള്ള ആ വാഗ്ദാനങ്ങൾ വചനത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ശക്തമായിട്ട് നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ ദാസൻ റജി കോശി എഴുതിയ ആ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇന്ന് ആമസോണിൽ പ്രസിദ്ധീകരിച്ചു. അത് ഇന്ന് മുതൽ ആമസോണിൽ ലഭ്യമാണ്. അപ്പോൾ തന്നെയാണ് കർത്താവിൻ്റെ ദാസന് വേണ്ടി ശക്തമായി ഇന്നൊരു പ്രാർത്ഥനയുണ്ടായത്. കർത്താവ് സഹായിക്കട്ടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഐക്യമത്യത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നതും ഐക്യമത്യത്തോടുകൂടെ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും ഒരു വലിയ അനുഗ്രഹമാണ്. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇന്ന് തിരുവചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസിയോടുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. പാസ്റ്റർ പോൾ ഗംഗാധര പ്രാർത്ഥിച്ച് ND സാങ്കുട്ടി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കാം. താങ്ക് യു.